ചാൻസലറായ ഗവർണർ സംസ്ഥാന സർവകലാശാലയിൽ നടത്തുന്ന താൽക്കാലിക VC നിയമനത്തിനെതിരായ നിയമപോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിന് വിജയം. താൽക്കാലിക VCമാരെ നിയമിക്കാൻ അധികാരമില്ലെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഗവർണറും താൽക്കാലിക VCമാരായി നിയമിതരായ ഡോക്ടർ സിസ തോമസും ഡോക്ടർ കെ ശിവപ്രസാദും നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ഇരു സർവകലാശാലകളുടെയും ചട്ടമനുസരിച്ച് താൽക്കാലിക VCമാരെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് PV ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് അസന്നിഗ്ധമായി വ്യക്തമാക്കി. കുറെ കാലമായി സംസ്ഥാന സർക്കാർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നാണ് കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. ചാൻസലർക്ക് അധികാരമുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു. നമ്മുടെ അക്കാദമിക മേഖല വലിയ മുന്നേറ്റത്തിൻ്റെ പാതയിലൂടെ നീങ്ങുന്ന ഒരു സന്ദർഭത്തിൽ, അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ നിലയിലുള്ള നിലപാടുകൾ തീർച്ചയായിട്ടും മാറ്റിവെക്കേണ്ടതാണ്. ചാൻസലറായാലും വൈസ് ചാൻസലറായാലും വിദ്യാർത്ഥികളുടെ ഗുണമേന്മയെ ആധാരമാക്കിയിട്ടാണ് അവർ പ്രവർത്തിക്കേണ്ടത്. ദീർഘകാലമായി ഇരു സർവകലാശാലകളിലും നിലനിൽക്കുന്ന സ്തംഭനാവസ്ഥ സർവകലാശാലയെയും വിദ്യാർത്ഥി സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. അതിനാൽ കാലതാമസമില്ലാതെ ഇരു സർവകലാശാലയിലും വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്ന് ചാൻസലർക്കും സംസ്ഥാന സർക്കാരിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.